ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ധനുഷിനെ കാണാനായി ജയിലിൽ പോയി തിരികെ പോകാനിറങ്ങുന്ന നന്ദനെയാണ്. അതേസമയം ധനുഷ് നന്ദേട്ട എന്ന് വിളിക്കുമ്പോൾ നന്ദൻ തിരികെ ധനുഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എനിക്ക് സ്നേഹയെ പോലും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷേ നന്ദേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ പേര് മാറ്റി എന്നുള്ളത് സത്യം തന്നെയാ. എൻ്റെ പേര് ഷാഹിർ മുഹമ്മദ് എന്നായിരുന്നു. പക്ഷേ പഴയ കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ ഭാഗത്തുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞില്ല. എല്ലാവരും എന്നെ കൊടുക്കാനായിട്ടാണ് നോക്കിയത്. അവസാനം ആ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെ ആ നശിച്ച നാട്ടിൽ നിന്നും ഞാൻ തിരികെ ഈ നാട്ടിലെത്തിയത്. എൻ്റെ പേരിനോട് പോലും എനിക്ക് വെറുപ്പായി പോയതുകൊണ്ടാണ് ഞാൻ പേര് മാറ്റിയത്. നന്ദേട്ടൻ്റെ ഓഫീസിലിരിക്കുന്ന എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം സത്യം തന്നെയാണ്. പക്ഷെ അതിലെ പേരെല്ലാം ധനുഷ് എന്നാണെന്നേ ഉള്ളൂ. അതും നിയമപരമായി തന്നെയാണ് എൻ്റെ പേര് മാറ്റിയത്, അല്ലാതെ ഞാനായിട്ട് പുതിയ പേരിട്ടതൊന്നുമല്ല. എൻ്റെ ജാതിക്കാർ പോലും എൻ്റെ ഒപ്പം കൂടാതെ നിന്നപ്പോൾ എനിക്ക് അതിനോട് പോലും ഒരു വിരോധം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹിന്ദു പേര് തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ എനിക്ക് സ്നേഹയോടുള്ള ഇഷ്ടം അത് ആത്മാർത്ഥതയോടെ തന്നെ ഉള്ളതായിരുന്നു. സച്ചി സാറിനെയും സന്ധ്യ മേഡത്തിനെയും ഞാൻ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് വെറും കള്ളം മാത്രമാണ്. സച്ചി സാറിനെ കാണാതായപ്പോൾ ഈ വിവാഹം നിർത്തിവെക്കുമെന്ന് അർച്ചന മേഡം കരുതി കാണും. പക്ഷേ എന്നിട്ടും വിവാഹം മുടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെല്ലാം കെട്ടിച്ചമച്ച ഒരു നാടകം മാത്രമാണത്. അർച്ചന മേഡം നിങ്ങളെല്ലാവരെയും കബളിപ്പിച്ചതാണ്. നിങ്ങളെല്ലാവരും ആ നാടകത്തിൽ വീണു, അത്ര തന്നെ. അല്ലാതെ അർച്ചന മേഡം പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. 6-ാം വയസ്സിൽ എനിക്കെൻ്റെ അമ്മയെ നഷ്ടമായതാണ്. അന്നേരം തൊട്ട് എൻ്റെ അച്ഛനാണ് ഒപ്പം ഉണ്ടായത്. അവസാനം അച്ഛനും ഇല്ലാതായി പോയപ്പോൾ ആരുമില്ലാത്തൊരു അനാഥയായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ഒരു ഊരുതെണ്ടിയെ പോലെയായിരുന്നു എൻ്റെ ജീവിതം. അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നപ്പോഴാണ് സ്നേഹമെന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. മണ്ഡപത്തിൽ വെച്ച് അർച്ചന മേഡം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പാനിക്കായി പോയി. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു മറുപടി ഒന്നും തന്നെ പറയാൻ പറ്റാഞ്ഞത്. ഞാനൊരു അനാഥനാണെന്നറിഞ്ഞ് നിങ്ങൾ സ്നേഹം എനിക്ക് തന്നില്ലെങ്കിലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ അച്ഛനെയും അമ്മയെയും അനിയത്തിയും വരെ വാടകയ്ക്കെടുത്തു കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത്. അല്ലാതെ എൻ്റെ പിന്നിൽ വേറൊരു കള്ളവുമില്ല. ഒരിക്കലും നിങ്ങളെന്നും ചതിക്കാൻ എന്നെ കൊണ്ടാകില്ല. ഈശ്വരനെ സാക്ഷി നിർത്തിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ദ്രോഹം വരുന്നതൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല നന്ദേട്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ്റെ മുന്നിൽ നിന്ന് കരയുകയാണ് ധനുഷ്. തുടർന്ന് ഒന്നും മിണ്ടാതെ നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ തൻ്റെ പ്ലാൻ പകുതി വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആതിരയുടെ കുഞ്ഞ് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നതേയില്ല. തുടർന്ന് കമല ചെന്ന് ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം കുഞ്ഞിന് ചെറുതായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്നും കുറച്ചു നേരം ഇൻക്യുബേറ്ററിൽ വെക്കണമെന്നും പറയുന്നു. അങ്ങനെ സിസ്റ്ററിന്റെ കയ്യിലേക്ക് മീര കുഞ്ഞിനെ കൊടുക്കുകയാണ്. അതേസമയം ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിത്യ. തുടർന്ന് നിത്യ നേരെ ശിവരാമന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെയും കുഞ്ഞ് നിർത്താതെ കരയുകയായിരുന്നു. കുഞ്ഞിന് ചിലപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കും നിർത്താതെ കരയുന്നത്. കുറച്ചു നേരം ഇൻക്യുബേറ്ററിൽ വെച്ചാൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നിത്യ അവരുടെ കുഞ്ഞിനെ കൊണ്ട് ഇൻക്യുബേറ്റർ മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം ആതിരയുടെ കുഞ്ഞിനെ സിസ്റ്റർ കിടത്തുകയായിരുന്നു. നിങ്ങൾ പൊക്കോ, ഞാൻ നോക്കിക്കോളാമെന്ന് നിത്യ പറയുമ്പോൾ അവരവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപും മാഷും കൂടി ആതിരയുടെ റൂമിലേക്ക് വരുന്നതാണ്. സന്ദീപ് കുഞ്ഞ് നിർത്താതെ കരയുകയായിരുന്നു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കണമെന്നാ പറഞ്ഞത്, നീ ഒന്ന് അവിടം വരെ പോയി നോക്കുമോ എന്ന് ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് ഇൻക്യുബേറ്റർ മുറിയിലേക്ക് പോകുന്നു. അപ്പോഴേക്കും നിത്യ കുഞ്ഞുങ്ങളെ മാറ്റുകയും കുഞ്ഞുങ്ങളുടെ കയ്യിലെ ടാഗും മാറ്റിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് സന്ദീപ് ഇൻക്യുബേറ്റർ റൂമിലേക്ക് കയറുമ്പോൾ സന്ദീപിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സിസ്റ്റർ നിത്യ. ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അല്ല സിസ്റ്റർ, എത്ര നേരം ഇവിടെ വെക്കണമെന്ന് ചോദിക്കുമ്പോൾ നാളെ രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് സിസ്റ്റർ സന്ദീപിനെ പറഞ്ഞു വിടുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്ന അർച്ചനയാണ്. എന്താടോ എന്തു പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ സച്ചിയേട്ടാ, മോള് എൻ്റെ അർച്ചനെ നമുക്ക് നാളെ രാവിലെ തന്നെ മോളെ കാണാൻ പോകാം, താനിപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാൻ പറഞ്ഞ് സച്ചി അർച്ചനയെ ആശ്വസിപ്പിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.